2026 കേരള രാഷ്ട്രീയത്തിൽ സമൂലമായ മാറ്റം സംഭവിക്കും എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് ഉറപ്പായിട്ടുള്ളതാണ്. കാരണം കേരളത്തിൽ NDA മുന്നണി BJPയുടെ നേതൃത്വത്തിൽ ശക്തിപ്പെട്ടു വരുമ്പോൾ പലതരത്തിലുള്ള സമവായവും ഉണ്ടാകും, സമവാക്യങ്ങൾ മാറി മറിയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് പലരും, LDF മുന്നണി ഏതാണ്ട് തകർച്ചയിലേക്ക് നീങ്ങുന്നു, ഘടകകക്ഷികളൊക്കെ ഏത് വഴിക്ക് പോകും എന്നുള്ളത് ശരിയായ ചോദ്യമാണ്. 2021 നമുക്കറിയാം, UDFിൽ നിന്ന് LDFിലേക്ക് പോയ ഒരു പ്രധാന ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം. 2026 LDF അധികാരത്തിൽ വരില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്ന കാര്യമാണ് LDF വരില്ല എന്ന്. UDFന് ഭരിക്കാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകില്ല, കാരണം BJP വളരെ നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ അടയാളപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതലായിട്ട് പ്രതിഫലിക്കും. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അതിശക്തമായിട്ട് അലതല്ലുന്നുണ്ട്. ആ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ LDFിൻ്റെ തകർച്ചയാണ് എന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട്. വളരെ പരിങ്ങല്ലായിട്ട് തന്നെ കാര്യങ്ങൾ പോകും. CPM ഇപ്പോൾ തന്നെ പഠനം തുടങ്ങിയിരിക്കുകയാണ്, എന്തുകൊണ്ട് പിറകിലോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച്. കാരണം എപ്പോഴും CPM അങ്ങനെ പഠനം നടത്തുന്നവരാണ്. അവർ താഴെത്തട്ടിൽ തന്നെ പോകും. അവർ അന്വേഷണ കമ്മീഷനെ വയ്ക്കും, പിന്നെ തരം താഴ്ത്തൽ നടപടി ഉണ്ടാകും, പിന്നെ പോളിറ്റ് ബ്യൂറോ കൂടും, അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടും. അതെല്ലാം കൂടിയിട്ട് അവസാനം ഒരു വിലയിരുത്തലുണ്ട്, നമുക്ക് ഇത്ര ശതമാനം വോട്ടാണ് നഷ്ടപ്പെട്ടത്. തോറ്റെന്ന് പറയത്തില്ല കേട്ടോ അവർ, അതങ്ങനെയാണ്. മിടുക്കന്മാരാരും തോറ്റെന്ന് പറയും ഇല്ല. അതുപോലെയാണ് നമ്മുടെ CPMൻ്റെ കാര്യം. അപ്പൊ എന്തായാലും LDF മുന്നണിക്കകത്ത് ചില അത് തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ജോസ് കെ മാണിയുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. എന്തിനു വേണ്ടി? ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൂട്ടുക, മുന്നണി വിപുലീകരണം. കഴിഞ്ഞ ദിവസം തന്നെ UDFിൻ്റെ കോൺഗ്രസിലെ നേതാക്കന്മാർ പറയുന്നുണ്ട്, UDF മുന്നണി വിപുലീകരണത്തിന് വേണ്ടി ഒരുത്തരുടെയും പിന്നാലെ പോകുന്ന പ്രശ്നമില്ല. പിന്നാലെ പോകുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നത് ജോസ് കെ മാണിയെ തന്നെ ഉദ്ദേശിച്ചാണ്. ജോസ് കെ മാണിയെ 2021 അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് തങ്ങളോട് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി എന്നാണ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അവർ പറയാതെ ഇറങ്ങിപ്പോകും, ചിലപ്പോൾ അവരെ ഇറക്കി വിടും, ചിലപ്പോൾ അവർ പിളരും. ഇവരിങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കേരളത്തിൽ ഒരു മൂന്നാമതൊരു മുന്നണി ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോകളിൽ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതായത് ജോസ് കെ മാണി വിഭാഗം ഈ മൂന്നാമത്തെ മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്രൈസ്തവരെ കൂടുതലായിട്ട് BJP അടുപ്പിച്ച് നിർത്തുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ക്രൈസ്തവരുടെ വോട്ട് നല്ലപോലെ BJPക്ക് ലഭിച്ചു എന്നും പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ പലതും പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണിയുമായിട്ട് BJPയുടെ തലപ്പത്തുള്ളവർ ചർച്ച നടത്തി കഴിഞ്ഞതായിട്ടാണ് അറിയുന്നത്. ജോസ് കെ മാണി ആരാണ്? അങ്ങനെ നിസാരമായിട്ടൊന്നും അങ്ങോട്ടേക്ക് പോകത്തില്ല. അതിന് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ പാലിക്കുമെങ്കിൽ മാത്രമേ അദ്ദേഹം പോവുകയുള്ളൂ. കുഞ്ഞാലിക്കുട്ടി ഇപ്പുറത്തേക്ക് വന്ന് ജോസ് കെ മാണിയെ കണ്ട് പല വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചിത്രം വ്യക്തമായി. പക്ഷേ ഇപ്പോൾ NDAയും ആ മുന്നണി അവർ വിപുലീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജോസ് കെ മാണിയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമമാണ് അവർ
പല കാര്യങ്ങളും വ്യവസ്ഥകളും മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എവിടെ പോയി നിന്ന് വിജയിക്കുമെന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. പാലയിലൊക്കെ ഇത്തിരി പ്രയാസം. BJP ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകാം എന്നുള്ള ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും കൊടുക്കും. ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം NDAയിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടവും ഉണ്ടാകും BJPക്ക്. കാരണം 2021 LDFിനോടൊപ്പം പോയപ്പോൾ തന്നെ സെൻട്രൽ ട്രാവൻകൂറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് LDFിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ BJPക്കും അത് നേട്ടമാക്കി മാറ്റാൻ കഴിയും എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടുന്നത് കൊണ്ടാണ് ഈ BJP ഉന്നത തലങ്ങളിലെ ഇത് വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പ്രാവർത്തികമാകാനുള്ള കൂടുതൽ സാധ്യത തെളിഞ്ഞു വരികയാണ്. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് പോകണം. വളരെ മുന്നേ തന്നെ ഇനി എന്തായാലും ജോസ് കെ മാണിക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരിക എന്ന് പറയുന്നത് അല്പം പ്രയാസമാണ്. അവരുടെ പ്രധാന തട്ടകം എന്ന് പറയുന്നത് പാലയായിരുന്നു. പാലയിലൊന്നും ഈ പഴയതുപോലുള്ള കളി നടക്കത്തില്ല. ഇപ്പൊ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലയിൽ നിന്നൊക്കെ ജയിച്ചത് കൂടുതലും സ്വതന്ത്രന്മാരാണ്. അതുപോലെ UDFിന്റെ മാണി സി കാപ്പൻ അവിടെ അങ്ങ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. കെ മാണി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവസാന തെരഞ്ഞെടുപ്പിൽ വലിയ പരിങ്ങല്ലായിരുന്നു. ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞു. പാലയുടെ സ്വന്തം ആളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം കുറഞ്ഞില്ലേ അവസാനം പുതുപ്പള്ളിയിൽ നിന്ന്? അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഭൂരിപക്ഷം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റു പലരിലേക്ക് ആധിപത്യം പോയിരിക്കുകയുമാണ്. ആ സാഹചര്യത്തിൽ ജോസ് കെ മാണി അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങി മത്സരിക്കാനായിട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞാലിക്കുട്ടി ഈ തിരുവമ്പാടി മണ്ഡലം കൊടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. കാരണം തിരുവമ്പാടി ലീഗിൻ്റെതാണ്. ലീഗിന്റെ കോട്ടയിൽ അങ്ങനെ ചെന്ന് ആർക്കും വിള്ളൽ വീഴ്ത്താൻ പറ്റത്തില്ല. ആ വോട്ട് അതുപോലെ തന്നെ സമാഹരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്കറിയാം. അവരൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടി തന്നെയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അച്ചടക്കവും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് നിന്ന് തന്നെ വലിയ വിഭാഗീയതയുടെ സ്വരമൊന്നും നമ്മൾ കേൾക്കുന്നില്ലല്ലോ. വിഭാഗീയത ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ മറ്റുള്ള പാർട്ടിയെ പോലെ അവർ നിൽക്കുന്ന UDFിനകത്തുള്ള കോൺഗ്രസിനെ പോലെ അത്തരത്തിലുള്ള വിഭാഗീയതയും ഗ്രൂപ്പും ഒന്നും ലീഗിനില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്കൊരു കേഡർ സ്വഭാവം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് അവര് ഈ അവരുടെ വോട്ടിലൊന്നും വോട്ട് ബാങ്കിൽ ആർക്കും വിള്ളൽ വീഴ്ത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് അവിടം കൊടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 26-ൽ ഭരണം പിടിക്കണം. അതുകൊണ്ട് അവരെല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. പക്ഷേ അവരെ ഇപ്പോൾ വെട്ടിവീഴ്ത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ ജോസ് കെ മാണിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് അതുപോലെ തന്നെ ഇത്ര സീറ്റ് കൊടുക്കാമെന്നും ഉള്ളതും അതിൻ്റെ പിന്നാമ്പുറ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം നമുക്കിത് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം തെളിയും. കാരണം ജോസ് കെ മാണി എന്തായാലും LDF വിടും. കൂടുതൽ സാധ്യത NDA മുന്നണിയിലേക്കുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.